അതായത് 7-അംഗ സമിതി ഉപസമിതി എന്തെങ്കിലും യോഗം ചേരാനായിട്ട് എന്തെങ്കിലും തീരുമാനം അതിന് മുഖ്യമന്ത്രിയെ കണ്ട് ചോദിക്കും. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സലാം അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലാത്തതാണ്. സാധാരണഗതിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊന്നും ആ നിലയിലുള്ള പ്രസ്താവന നടത്തുന്നതല്ല. സലാമിൻ്റെ സംസ്കാരം പുറത്തെടുത്തു എന്ന് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. സലാമിന് മറുപടിയും കൊടുക്കുന്നില്ല. ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇന്നത്തെ പരിപാടിയെക്കുറിച്ചും അതിൻ്റെ തുടർച്ചയായിട്ടും ഒക്കെ വലിയ ആരോപണമെന്നുള്ള ചില മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അങ്ങനെ ഒരു വലിയ ആരോപണമില്ല. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്നലെ പങ്കെടുത്തത്. പിന്നെ എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. കേരളം ഇന്ത്യക്ക് മാതൃകയായി മാറിയിരിക്കുകയാണ്. മിനിസ്റ്റർ, ഈ PMശ്രീയുടെ കാര്യത്തിൽ മിനിസ്റ്ററും ഹാപ്പിയാണോ? ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു ഹാപ്പി അൺഹാപ്പി എന്നുള്ള പ്രശ്നമില്ലല്ലോ. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കും. മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചട്ടിയും കലമായ തട്ടിയും മുട്ടിയും ആ തട്ടലും മുട്ടലൊക്കെ ഉള്ളൂ. അത്രയേ ഉള്ളൂ, അത് വേറെ പ്രശ്നമൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.